രാമജന്മഭൂമി പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് എൽ.കെ. അദ്വാനി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല. അതിശൈത്യം കാരണമാണ് അദ്വാനി വിട്ടുനിൽക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 96-കാരനായ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ആദ്യം മുതലേ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അദ്വാനിയെ കൂടാതെ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് പങ്കെടുക്കില്ലെന്ന് രാം മന്ദിർ ട്രസ്റ്റ് അറിയിച്ചു. രണ്ടുപേരും കുടുംബത്തിലെ മുതിർന്നവരാണ്. പ്രായം പരിഗണിച്ച് രണ്ടുപേരോടും ചടങ്ങിലേക്ക് എത്തേണ്ടെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. രണ്ടുപേരും അത് അംഗീകരിക്കുകയും ചെയ്തുവെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് കഴിഞ്ഞ മാസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ അദ്വാനി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് VHP നേതാവ് ഈ മാസം ആദ്യം അറിയിച്ചിരുന്നു. അദ്വാനിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇതിനായി ഒരുക്കുമെന്നും VHP നേതാവ് അലോക് കുമാർ വ്യക്തമാക്കിയിരുന്നു. ഡിസംബറിൽ ഇരു നേതാക്കളെയും VHP ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുത്തത് ഭഗവാൻ ശ്രീരാമനാണെന്ന് BJPയുടെ എൽ.കെ. അദ്വാനി പറഞ്ഞിരുന്നു. രാഷ്ട്രധർമ്മ മാസികയുടെ പ്രത്യേക പതിപ്പിൽ രാം മന്ദിർ നിർമ്മാൺ ഏക് ദിവ്യ സ്വപ്നയ്ക്ക് പൂർത്തി എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലാണ് 33 വർഷം മുമ്പ് താൻ നയിച്ച രഥയാത്രയടക്കമുള്ള രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ചരിത്രയാത്ര അദ്ദേഹം ഓർത്തെടുക്കുന്നത്. ഇന്ത്യയെ വീണ്ടും കണ്ടെത്താനും സ്വയം മനസ്സിലാക്കാനുമുള്ള യാത്രയായിരുന്നു അത്. 1990 സെപ്റ്റംബർ 25-ന് ആരംഭിച്ച രഥയാത്ര ശ്രീരാമ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദേശവ്യാപക പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയെന്നും അദ്വാനി കുറിച്ചു. രഥയാത്രയിൽ മോദിയുടെ സാന്നിധ്യവും അദ്ദേഹം ഓർത്തെടുക്കുന്നു. ആ കാലത്തെ രാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഭഗവാൻ ശ്രീരാമൻ തിരഞ്ഞെടുത്തിരുന്നു, അദ്വാനി പറഞ്ഞു. രഥയാത്ര 33 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. യാത്ര തുടങ്ങിയപ്പോൾ ഇത് രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന പ്രസ്ഥാനമായി മാറുമെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും അദ്ദേഹം എഴുതി. രഥയാത്രയിലുടനീളം നരേന്ദ്രമോദി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അദ്വാനി ലേഖനത്തിൽ പറയുന്നു. അന്ന് അദ്ദേഹം അത്ര പ്രശസ്തനായിരുന്നില്ല. പക്ഷേ അക്കാലത്തെ രാമൻ അദ്ദേഹത്തിന്റെ ഭക്തനെ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തിരഞ്ഞെടുത്തിരുന്നു. അയോധ്യയിൽ ശ്രീരാമന്റെ ഒരു മഹതായ ക്ഷേത്രം ഉയരണമെന്ന് വിധി കാത്തുവെച്ചിട്ടുണ്ടെന്ന് അന്ന് എനിക്ക് തോന്നി. ഇനി അതിന് കുറച്ച് സമയമേ ഉള്ളൂ. രഥയാത്ര തുടങ്ങിയ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു സാരഥി മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രധാന സന്ദേശം യാത്ര തന്നെയായിരുന്നു. രാമന്റെ ജന്മസ്ഥലത്തേക്ക് പോകുന്നതിൽ ആരാധന അർഹിക്കുന്ന രഥമായിരുന്നു അത് എന്ന് അദ്വാനി പറഞ്ഞു. അയോധ്യയിൽ മോദി പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ അദ്ദേഹം ഓരോ ഇന്ത്യൻ പൗരനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ശ്രീരാമന്റെ ഗുണങ്ങൾ സ്വാംശീകരിക്കാൻ എല്ലാ ഇന്ത്യക്കാർക്കും ഈ ക്ഷേത്രം പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്വാനി കുറിച്ചു. രഥയാത്രയ്ക്കിടെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഗ്രാമീണർ ശ്രീരാമനാമം ഉച്ചരിച്ച് പ്രണാമം അർപ്പിച്ച് മടങ്ങുമ്പോൾ ഞാൻ വികാരഭരിതനാകുമായിരുന്നു. രാമക്ഷേത്രം സ്വപ്നം കാണുന്ന ധാരാളം പേരുണ്ടെന്ന സന്ദേശമായിരുന്നു അത്. ജനുവരി 22-ന് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ആ ഗ്രാമീണരുടെ അടിച്ചമർത്തപ്പെട്ട മോഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. താൻ ആഗ്രഹിച്ച കാര്യം മോദി പൂർത്തിയാക്കിയതിന് അദ്ദേഹത്തെ ലേഖനത്തിൽ അദ്വാനി അഭിനന്ദിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. മാസികയുടെ പകർപ്പ് അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് വിതരണം ചെയ്യും. അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്കായി 11:30-നാണ് താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത്. 12:20 ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കും. കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത ബാലരൂപത്തിലുള്ള ശ്രീരാമ ഭഗവാന്റെ രൂപമാണ് ശ്രീകോവിലിനുള്ളിലെ പ്രതിഷ്ഠ. 5 വയസ്സ് പ്രായമുള്ള രൂപമാണ് 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട 8000-ഓളം അതിഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാമക്ഷേത്രത്തിന്റെ കവാടങ്ങളും പ്രധാന വീഥികളും പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട്. പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിച്ച 7500 പൂച്ചെടികളും നട്ടു. നഗരവീഥികളിലെങ്ങും കൊട്ടും പാട്ടും കലാപരിപാടികളും അരങ്ങേറിയിട്ടുണ്ട്.